വെൽക്കം ടു മെഡ് ഹെഡ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന മെഡിസിൻ കെമിസ്ട്രി 1ൻ്റെ ജനറൽ അനസ്തെറ്റിക്സ് ആണ്. സോ നിങ്ങൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടായിരിക്കും കാണുക കേട്ടോ. സോ നമുക്ക് നോക്കാം ജനറൽ അനസ്തെറ്റിക്സിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം ജനറൽ അനസ്തെറ്റിക്സ് എന്തിനാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ജനറൽ അനസ്തെറ്റിക്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള അറിയണം. ഫസ്റ്റ് വൺ ഈസ് റാപ്പിഡ് ആയിരിക്കണം, പ്ലസ് ഇൻ ഇൻഡക്ഷൻ ആയിരിക്കണം, വിഡ്രോവൽ ഓഫ് സർജിക്കൽ അനസ്തേഷ്യ. നമുക്ക് എല്ലാവർക്കും അറിയാം അനസ്തേഷ്യ കൊടുക്കാൻ ടൈം എടുക്കരുത്, ഒരു സർജറി ചെയ്യാൻ വേണ്ടി ടൈം എടുക്കരുത്. നമുക്ക് ഉടനെ തന്നെ നമുക്ക് റാപ്പിഡ് ആയിട്ടുള്ള ആക്ഷൻ കിട്ടണം. പിന്നെ അതുമാത്രമല്ല നമ്മുടെ സ്കെലറ്റൽ മസിൽസ് എല്ലാം റിലാക്സ്ഡ് ആയിരിക്കണം, സേഫ് ആയിരിക്കണം, നോൺ ടോക്സിക് ആയിരിക്കണം. അതുമാത്രമല്ല നോൺ ഇൻഫ്ലേമബിൾ ആയിരിക്കണം, നോൺ എക്സ്പ്ലോസീവ് ആയിരിക്കണം. തീ കത്തുകയോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുകയോ ഒന്നും പാടില്ല അല്ലേ. ഇനി അതുമാത്രമല്ല ഇൻഎക്സ്പെൻസീവ് ആയിരിക്കണം, മ്യൂക്കസ് മെമ്പറിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല, പിന്നെ നൗസിയ വൊമിറ്റിംഗ് ഒന്നും ഉണ്ടാക്കരുത്, പിന്നെ കോമ്പാക്റ്റബിൾ ആയിരിക്കണം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫാർമക്കോളജിയിലാണ് പഠിക്കേണ്ടത്. മെഡിസിൻ കെമിസ്ട്രി സംബന്ധിച്ച് ഇത്രേൻ്റെ ആവശ്യം വരില്ല. നോർമലി യൂസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. ഐഡൽ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ ജനറൽ അനസ്തേഷ്യ വർക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊന്നും മെഡിസിൻ കെമിസ്ട്രിക്ക് അത് ചോദിക്കില്ല കേട്ടോ. സോ ഇതുവരെയും ചോദിച്ചിട്ടുമില്ല. പക്ഷേ മെക്കാനിസം ഓഫ് ആക്ഷനൊക്കെ ചോദിക്കാറുണ്ട്, യൂസും ചോദിക്കാറുണ്ട് കേട്ടോ. സോ ജനറൽ അനസ്തേഷ്യയുടെ ക്ലാസിഫിക്കേഷനാണ്. സോ ഇത് നമ്മുടെ ഫാർമക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷനാണ്. സോ ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ ഇൻഹലേഷനും ഇൻട്രാവീനസുമായിട്ട് തിരിച്ചിട്ടുണ്ട്. സോ ഇൻഹലേഷൻ ആണെങ്കിൽ ഗ്യാസ് ഉണ്ട്, വോളറ്റൈൽ ലിക്വിഡ്സ് ഉണ്ട്. അതിൽ ഈതർ, ഹാലോത്തീൻ, എൻഫ്ലൂറിൻ, ഐസോഫ്ലൂറിൻ, ഡെസ്ഫ്ലൂറിൻ, സെബോഫ്ലൂറിൻ ആൻഡ് മെത്തോക്സിഫ്ലൂറിൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. വോളറ്റൈൽ ലിക്വിഡ്സ് പഠിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പം എല്ലാം ഫ്ലൂറിൻ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുക, നമ്മുടെ ഹാലോത്തേനും ഈതറും ഒഴികെ. ഗ്യാസ് ആണെങ്കിൽ നൈട്രസ് ഓക്സൈഡ്, സെനോൺ ആണ്. സോ ഇതാണ് ഇൻഹലേഷൻ വരിക. സോ IV ആണെങ്കിൽ സ്ലോവർ ആക്ടിങ് ഉണ്ട്, അതിൽ ഡിസോസിയേറ്റീവ് അനസ്തേഷ്യ, ഒപ്പിയോഡ്, ബെൻസോഡൈസപ്പീൻസ്. ഡിസോസിയേറ്റീവിൽ കീറ്റാമൈൻ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, പല ക്വസ്റ്റ്യൻസിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഒപ്പിയോഡ്സ് ഫെൻറ്റാനൈൽ, ബെൻസോഡൈസപ്പിനിൽ ഡയസപ്പാം, ലോറാസപ്പാം, മിഡോസോളാം ആണ്. ഇൻട്രാവീനസിലെ ഇൻഡ്യൂസിങ് ഏജൻറ്റ് തയോപെൻറ്റോൺ, മെത്തോഹെക്സിറ്റോൺ, പ്രൊപ്പഫോൾ, എറ്റോമിഡേറ്റ്, ഡ്രോർ, പെറിഡോൾ. സോ നോർമലി ഈ ക്ലാസിഫിക്കേഷൻ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ വേണം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഹലേഷൻ അനസ്തെറ്റിക്സ് ആണ്. നമുക്കറിയാം ഇൻഹലേഷൻ അനസ്തെറ്റിക്സ് ഇൻഹെയിൽ ചെയ്യുക എന്നുള്ളതാണ് വരിക അല്ലേ. സോ അവിടെ ലിക്വിഡ്സ് ആകാം അല്ലെങ്കിൽ ഗ്യാസ് ആകാം. സോ ഇവിടെ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു പേഷ്യൻറ്റ് കിടക്കുന്ന സമയത്ത് അവർക്ക് നമ്മൾ ഓക്സിജൻ മാത്രമല്ല അതിൻ്റെ കൂടെ അത് ഗ്യാസ് മിക്സ്ചേഴ്സ് കൊടുക്കാറുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ച് അളവിൽ കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗ്യാസ് ആയിട്ടോ അല്ലെങ്കിൽ വോളറ്റൈൽ ലിക്വിഡ് എങ്ങനെയാണോ നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുക അങ്ങനെ കൊടുത്തവരെ ഇൻഹെയിൽ ചെയ്യിപ്പിക്കുകയാണ് ഇൻഹലേഷൻ അനസ്തെറ്റിക്സിൽ ചെയ്യുക കേട്ടോ. സോ ഇവിടെ ഹാലോജനേറ്റ് ആകാം, നോൺ ഹാലോജനേറ്റ് ആകാം. അതായത് ഇൻഹലേഷൻ അനസ്തേഷ്യ ഹാലോജനേറ്റ് ആകാം, നോൺ ഹാലോജനേറ്റ് ആകാം, അല്ലെങ്കിൽ ഗ്യാഷ്യസ് നേച്ചറും ആകാം. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ടത് ഹാലോജനേറ്റിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് ഹൈഡ്രോ കാർബൺസ് ആണ്. എക്സാമ്പിൾ ഹാലോത്തീൻ, ക്ലോറോഫോം. സോ നെക്സ്റ്റ് വൺ ഈസ് ഈതേഴ്സ് ആണ്. അതിൽ മെത്തോക്സിഫ്ലൂറിൻ, എൻഫ്ലൂറിൻ, ഐസോഫ്ലൂറിൻ. ഇതെല്ലാം ഫ്ലൂറിൻ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുക കേട്ടോ. സോ ഒന്നും കൂടെ പറയാം, ഹാലോജനേറ്റ് ആണെങ്കിൽ ഹൈഡ്രോ കാർബൺസ്, അതിന് എക്സാമ്പിൾ ഹാലോത്തീൻ, ക്ലോറോഫോം. ഈതർ ആണെങ്കിൽ മെത്തോക്സിഫ്ലൂറിൻ, എൻഫ്ലൂറിൻ, ഐസോഫ്ലൂറിൻ ആണ്. ആൻഡ് നോൺ ഹാലോജനേറ്റ് ആണെങ്കിൽ അവിടെയും ഹൈഡ്രോ കാർബൺസ് ഉണ്ട്, അവിടെ സൈക്ലോപ്രൊപ്പൈൻ ആണ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഈതേഴ്സ് ആണ്, ഡൈ ഈതയിലും വിനൈൽ ഈതറും. സോ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഹൈഡ്രോ കാർബൺ ഈതേഴ്സ് എന്ന് പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹാലോജനേറ്റിൻ്റെ എക്സാമ്പിൾ ഹാലോത്തീൻ, ക്ലോറോഫോം, മെത്തോക്സിഫ്ലൂറിൻ, എൻഫ്ലൂറിൻ, ഐസോഫ്ലൂറിൻ എന്ന് പഠിക്കാം. ഇല്ലെങ്കിൽ നോൺ ഹാലോജനേറ്റ് ആണെങ്കിൽ അതിൽ സൈക്ലോപ്രൊപ്പൈൻ, ഈതർ, ഡൈ ഈതയിൽ ഈതർ, വിനൈൽ ഈതർ എന്ന് പഠിക്കാം, പ്രശ്നമില്ല കേട്ടോ. പക്ഷേ ഇച്ചിരി കൂടെ ഇങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ നോക്കുമ്പോൾ നമ്മൾ ഡീപ്പായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. സോ അതുകൊണ്ട് നമുക്ക് മാർക്ക് കിട്ടാൻ ഭയങ്കര കൂടുതലാണ്. സോ ക്ലാസിഫിക്കേഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഗ്യാഷ്യസ് ആണ്. നൈട്രസ് ഓക്സൈഡ്, എക്സാമ്പിൾ നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡിനൊക്കെ ഒരുപാട് കഥയുണ്ട്. നൈട്രസ് ഓക്സൈഡ് ആണ് നമ്മൾ ജനറൽ അനസ്തെറ്റിക്സിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ പറയുന്നത്. കാര്യം പണ്ട് കാലങ്ങളിൽ സയൻറ്റിസ്റ്റ് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നൈട്രസ് ഓക്സൈഡ് ശ്വസിക്കുകയും അങ്ങനെ അയാൾ മറിഞ്ഞിടിച്ച് വീഴുകയും അയാളുടെ കാല് മുറിഞ്ഞിട്ടുള്ള ചിരിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെയാണ് ഈ ഒരു ഇൻഹലേഷൻ അനസ്തെറ്റിക്സിൻ്റെ ഒരു പ്രാരംഭഘട്ടം വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒപ്പിയം, പോപ്പി, അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് കേട്ടോ. സോ നെക്സ്റ്റ്
വൺ ഈസ് അപ്പോൾ നമ്മൾ ഇൻഹലേഷൻ അനസ്തേഷ്യ കഴിഞ്ഞു കേട്ടോ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻജെക്റ്റബിൾ അനസ്തെറ്റിക്സ് ഓർ നോൺ വോളറ്റൈൽ അനസ്തെറ്റിക്സ് നോക്കണം കേട്ടോ. സോ അതിന് എക്സാമ്പിൾ വിച്ച് ആർ അഡ്മിനിസ്ട്രേർഡ് ഇൻ ദ ഫോം ഓഫ് ഇൻജെക്ഷൻ ത്രൂ ഇൻട്രാവിനസ് റൂട്ട്. സോ ഇൻഹലേഷൻ അനസ്തേഷ്യയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഹാലോജനൈഡും നോൺ ഹാലോജനൈഡും ഗ്യാസും പറഞ്ഞു. ഇനി നമ്മൾ അറിയേണ്ടത് ഇൻജെക്റ്റബിൾ അനസ്തെറ്റിക്സ്. അത് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ ഡ്രഗ് എത്തിക്കുന്നു, അല്ലെങ്കിൽ ബ്ലഡിൽ നമ്മൾ ഡ്രഗ് എത്തിക്കുന്ന പരിപാടിയാണ് കേട്ടോ. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, അവിടെ രണ്ടെണ്ണമുള്ളത് അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റ്സ് ആൻഡ് ഡിസോസിയേറ്റീവ് അനസ്തെറ്റിക്സ് ആണ്. സോ അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റ്സിന് എക്സാമ്പിൾ മെത്തോഹെക്സിറ്റൽ സോഡിയം ആൻഡ് തയോപെൻറ്റൽ സോഡിയം ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡിസോസിയേറ്റീവ് അനസ്തെറ്റിക്സ് ആണ്, എക്സാമ്പിൾ കീറ്റാമൈൻ ഹൈഡ്രോക്ലോറൈഡ് ആണ്. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ. ഇത്രയും ക്ലാസിഫിക്കേഷൻ തറവായിട്ട് പഠിക്കുക. കാര്യം ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്, ഇനി ഫർദർലി നമുക്ക് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. സോ നെക്സ്റ്റ് വൺ നമ്മൾ ഹാലോത്തേൻ നോക്കാൻ പോവാം, ഡ്രഗ് എടുത്ത് വെച്ച് പഠിക്കാൻ പോവാണ്. സോ ഇൻഹലേഷൻ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ കേട്ടോ. സോ കെമിക്കൽ നെയിം 2-bromo-2-chloro 1,1,1 ട്രൈഫ്ലൂറോ ഈതെയിൻ, അല്ലെങ്കിൽ ഈതെയിൻ 2-bromo 2-chloro 1,1 ട്രൈഫ്ലൂറോ. സോ പ്രോപ്പർട്ടീസ് പറയുവാണെങ്കിൽ ക്ലിയർ ആണ്, കളർലെസ് ആണ്, ഹെവി, നോൺ ഫ്ലെയിമബിൾ ലിക്വിഡ് ആണ്. സോ ബേസിക്കലി കെമിക്കൽ നെയിം ഒന്നും ചോദിക്കില്ല കേട്ടോ, പ്രോപ്പർട്ടീസും ചോദിക്കൂല. സോ മിസബിൾ വിത്ത് എഥനോൾ ആൻഡ് ട്രൈ ക്ലോറോ എഥിലീൻ. സോ ഈ പ്രോപ്പർട്ടീസും കെമിക്കൽ നെയിം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ മെഡിസിൻ യൂസ് പറയുവാണെങ്കിൽ സേഫ്, പൊട്ടൻ, വോളറ്റൈൽ അനസ്തെറ്റിക് ആണ്. സോ ഇൻഹലേഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, സേഫസ്റ്റ് ആണ്. ഇനി അതുമാത്രമല്ല ഇറ്റ് ഈസ് twice as potent as chloroform and 4 times that of either. അതായത് നമ്മൾ ക്ലോറോഫോമിനെയും ഈതറിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും എന്താണ് ട്വൈസ് ആയിട്ട് ക്ലോറോഫോമിനെക്കാളും പൊട്ടൻ്റ് ആണ്, 4 times മോർ ദൻ ഈതറാണ്. അതായത് അതിൻ്റെ പൊട്ടൻസി ഭയങ്കര കൂടുതലാണ്. അതുമാത്രമല്ല ഇറ്റ് മേ പ്രൊഡ്യൂസ് എനി ഡെപ്ത് ഓഫ് അനസ്തേഷ്യ വിത്തൗട്ട് കോസിങ് ഹൈപ്പോക്സിയ. ശ്വാസം മുട്ടലൊന്നും വരാണ്ടോ അല്ലെങ്കിൽ ലാക്കിംഗ് ഓഫ് ഓക്സിജൻ വരാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനസ്തേഷ്യ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതുമാത്രമല്ല ഇറ്റ് റെഡ്യൂസ് ദ ബ്ലഡ് പ്രഷർ ആൻഡ് ഫ്രീക്വൻ്റ്ലി decrease the pulse rate and depress respiration. എന്താ ചെയ്യുക, ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു, പിന്നെ പൾസ് റേറ്റ് കുറയ്ക്കുന്നു, പിന്നെ എന്താ റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാക്കുന്നു പറയുന്നത്, അത് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. സോ ഇറ്റ് ഇൻഡ്യൂസസ് മസിൽ റിലാക്സേഷൻ ആൻഡ് റെഡ്യൂസ് പെയിൻ സെൻസിറ്റിവിറ്റി ബൈ ഓൾട്ടറിങ് ടിഷ്യൂ എക്സൈറ്റബിലിറ്റി. സോ മസിൽ റിലാക്സേഷൻ കൊടുക്കുന്നു, പെയിൻ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. ഇത്രയുമാണ് ഹാലോത്തേൻ്റെ മെഡിസിൻ യൂസ് വരിക കേട്ടോ. സോ ഇതിൽ നിങ്ങൾക്ക് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യണം എന്നില്ല. സോ ഇൻഹലേഷൻ ഉപയോഗിക്കാൻ പറ്റിയ ഇതാണ്, പൊട്ടൻ്റ് ആണ്, പിന്നെ ഡീപ്പ് അനസ്തേഷ്യ നമുക്ക് ഫീസിബിൾ ആണ് എന്നുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, അല്ലാണ്ട് ഇത്രയൊന്നും വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമില്ല. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുവാണെങ്കിൽ ഹാലോത്തേൻ കോസ് ജനറൽ അനസ്തേഷ്യ ഡ്യൂ ടു ഇറ്റ്സ് ആക്ഷൻ ഓൺ മൾട്ടിപ്പിൾ അയോൺ ചാനൽ. സോ ഹാലോത്തേൻ ജനറൽ അനസ്തെറ്റിക് ആണ് നമുക്കറിയാം. സോ മൾട്ടിപ്പിൾ അയോൺ ചാനൽസിലാണ് ഇത് കയറി ആക്ട് ചെയ്യുന്നത് കേട്ടോ. സോ വിച്ച് അൾട്ടിമേറ്റ്ലി ഡിപ്രസ് നെർവ് കണ്ടക്ഷൻ, ബ്രീത്തിങ്, കാർഡിയക് കോൺട്രാക്റ്റിലിറ്റി. സോ എന്താ ചെയ്യുക, എന്തൊക്കെ ഡിപ്രസ് ചെയ്യുന്നത്, നെർവ് കണ്ടക്ഷൻ ഡിപ്രസ് ചെയ്യുന്നുണ്ട്, ബ്രീത്തിങ് ഡിപ്രസ് ചെയ്യുന്നുണ്ട്, കാർഡിയക് കോൺട്രാക്റ്റിലിറ്റി. സോ നമുക്ക് അറിയേണ്ടത് മൾട്ടിപ്പിൾ അയൺ ചാനൽസ് മാത്രമാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ കേട്ടോ. സോ ഇറ്റ്സ് ഇമ്മൊബിലൈസിങ് എഫക്ട്സ് ഹാസ് ബീൻ attribute to its binding to potassium channel in cholinergic neuron. സോ എന്താ ചെയ്യുക, ഇത് പൊട്ടാസ്യം ചാനൽ, കൊളിനർജിക് ന്യൂറോണിലെ പൊട്ടാസ്യം ചാനലിനെ ബൈൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഹാലോത്തേൻ എഫക്റ്റ് ആർ ഓൾസോ ലൈക്ലി ഡ്യൂ ടു ബൈൻഡിങ് ടു NMDA ആൻഡ് കാൽഷ്യം ചാനൽ കോസിങ് ഹൈപ്പർ പോളറൈസേഷൻ. സോ എന്താ ചെയ്യുക, ഇത് NMDA ആൻഡ് കാൽഷ്യം ചാനലിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബൈൻഡ് ചെയ്യുന്നുണ്ട് ആൻഡ് കോസിങ് ഹൈപ്പർ പോളറൈസേഷൻ കൂട്ടുന്നു. സോ ബേസിക് ആയിട്ട് ഇങ്ങനെ ഓരോ ഡ്രഗിൻ്റെയും മെക്കാനിസം ഓഫ് ആക്ഷൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഹാലോത്തേനെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് NMDA, കാൽഷ്യം ചാനൽ, ഹൈപ്പർ പോളറൈസേഷൻ നോക്കുക, പൊട്ടാസ്യം ചാനൽ ബൈൻഡിങ്സ് നോക്കുക. ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ, അധികം ഒന്നും കൂടുതൽ പോകണ്ട. സോ ഇത് നമ്മുടെ ഒരു മെക്കാനിസം അല്ലെങ്കിൽ എങ്ങനെയാണ് സിന്തസൈസ് ചെയ്യുന്നതെന്നാണ്. ട്രൈക്ലോറോ ഈതേൻ നിന്നാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഹാലോത്തേന്. സോ SbF3 130 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ കൊടുക്കുമ്പോൾ, സോ Br2 ഇൻ ദ പ്രസൻസിൽ ചെയ്യുമ്പോൾ ഹാലോത്തേൻ കിട്ടുകയാണ് ചെയ്യുക. സോ രണ്ടെണ്ണം ഉണ്ട്, നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റുക അത് പഠിക്കുക കേട്ടോ. സോ ഇതുണ്ട് ട്രൈക്ലോറോ ഈതേൻ, HCl ആഡ് ചെയ്യുന്നതിന് ശേഷം 3HFും -3HCലും ആഡ് ചെയ്തിട്ട് സെക്കൻഡ് പ്രോസസ്സിൽ -HBrഉം Br2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹാലോത്തേൻ ഫോം ചെയ്യും. ഇതും ഒരു സിന്തസിസ് ആണ്. സോ ഇതും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്നെങ്കിൽ ഇത് പഠിക്കുക അല്ലെങ്കിൽ മറ്റത് പഠിക്കുക, അതിലേതെങ്കിലും ഒന്ന് പഠിക്കുക. മിക്കവാറും 2 മാർക്കൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതൽ കേട്ടോ.
സോ പെർട്ടിക്കുലർ ആസ്പെക്ട്സ് ഓഫ് യൂസ് ഓഫ് ഹാലോത്തേൻ. സോ ഹാലോത്തേൻ ഉപയോഗിക്കുന്നതിന് ഒരു കാരണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഫസ്റ്റ് വൺ വെച്ചാൽ നമുക്ക് മോഡറേറ്റ് ആയിട്ടുള്ള മസ്കുലർ റിലാക്സേഷൻ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതുമാത്രമല്ല നമുക്ക് അബ്ഡോമൽ സർജറിക്കൊക്കെ നമുക്ക് നല്ല റിലാക്സേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഹാലോത്തേൻ ധൈര്യമായി ഉപയോഗിക്കാം. അതുമാത്രമല്ല ന്യൂറോ മസ്കുലർ ബ്ലോക്കറാണ്. ഹീറ്റ് ലോസ് ഈസ് ആക്സിലറേറ്റഡ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ബ്രോങ്കൈറ്റിസ് ആൻഡ് ആസ്മാറ്റിക് പേഷ്യൻറ്റ്. ഈവൻ ദോ ബ്രോങ്കൈറ്റിസും ആസ്മാറ്റിക് പേഷ്യൻസും അറിയാമല്ലോ അല്ലേ, അവർക്ക് റെസ്പയർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. സോ അവർക്ക് പോലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല പൊട്ടൻ്റാണ്, സേഫാണ്. ഇനി അതുമാത്രമല്ല സേഫ് ജനറൽ ഇൻഹലേഷൻ അനസ്തെറ്റിക് യൂസിങ് ഇൻ ദ കോൺജുഗേഷൻ വിത്ത് N2O. അത് നമ്മൾ ചില സമയങ്ങളിൽ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ നമുക്ക് N2O കൂടെ കൊടുക്കാൻ പറ്റും. അതുമാത്രമല്ല ഫോർ സ്കെൽറ്റൽ മസിൽ റിലാക്സേഷൻ ഇറ്റ്സ് യൂസ്ഡ് ഇൻ സക്സിനൈൽ ക്ലോളൈൻ ഓർ ട്യൂബോകുരാരൻ. സോ നമ്മൾ സ്കെൽറ്റൽ മസിൽ റിലാക്സേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, സക്സിനൽ കൊളൈൻ്റെ കൂടെയോ അല്ലെങ്കിൽ ട്യൂബോകുരാരൻ്റെ കൂടെയോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സോ ഇതും ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് അധികം അങ്ങനെ ക്വസ്റ്റ്യൻസ് ഈ ഭാഗം ചോദിക്കില്ല. എന്തുകൊണ്ട് ഹാലോത്തേൻ ഉപയോഗിക്കുന്നു വരില്ല, കൂടുതൽ വൈവ ക്വസ്റ്റ്യൻസിലേ വരുള്ളൂ. സോ നെക്സ്റ്റ് വൺ ഈസ് മെത്തോക്സിഫ്ലോറൈൻ ആണ്. സോ കെമിക്കൽ ഫോർമുല നമുക്ക് കാണാം. കെമിക്കൽ നെയിം 2,2-dichloro-1,1-difluoro ethyl methyl ether ethane 2,2-dichloro 1,1,1-difluoro 1-methoxy ആണ്. സോ ഞാൻ പറഞ്ഞതുപോലെ കെമിക്കൽ ഫോർമുലയോ കെമിക്കൽ നെയിമോ ഒന്നും ചോദിക്കില്ല, ഇതുവരെയായിട്ടും ചോദിച്ച് കണ്ടിട്ടുമില്ല. സോ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ക്ലിയർ ആണ്, കളർലെസ് ലിക്വിഡ് ആണ്, നോൺ ഇൻഫ്ലേമബിൾ ആണ്, നോൺ എക്സ്പ്ലോസീവ് ഇൻ എയർ ഓർ ഓക്സിജൻ ഇൻ അനസ്തേഷ്യ കോൺസെൻട്രേഷൻ. സോ ബേസിക്കലി നിങ്ങൾക്ക് എപ്പോഴാണ് കെമിക്കൽ നെയിം പ്രോപ്പർട്ടീസ് യൂസ് വരുന്നത് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ് ക്ലാസിഫൈ ചെയ്യൂ, അതിൻ്റെ കൂടെ ഏതെങ്കിലും 2 ഡ്രഗ് എക്സ്പ്ലെയിൻ ചെയ്യൂ എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ഈ പ്രോപ്പർട്ടീസും ഇതൊക്കെ നമുക്ക് എഴുതേണ്ടി വരുള്ളൂ, ഇല്ലെങ്കിൽ നമുക്കത് ആവശ്യമില്ല. സോ മെഡിസിൻ യൂസ് പറയുവാണെങ്കിൽ മോസ്റ്റ് പൊട്ടൻ്റ് അനസ്തെറ്റിക് ഏജൻ്റ് ആണ്, നമ്മളിപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതുമാത്രമല്ല നമുക്ക് ഡീപ്പർ അനാൾജസിക്ക് കിട്ടും, മസിൽ റിലാക്സേഷൻ കിട്ടും, പിന്നെ കൺവീനിയൻ്റ് ആണ്, ഷോർട്ട് സർജിക്കൽ ഓപ്പറേഷൻസ് പോലും നമുക്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഡെലിവറി ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഇതിൽ പറ്റും എന്നുള്ളതാണ്. ഇത്രയുമാണ് ഇതിൻ്റെ മെഡിസിൻ യൂസ് പറയുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്. സോ മെത്തോക്സിഫ്ലൂറിൻ ഇൻഡ്യൂസസ് എ റിഡക്ഷൻ ഇൻ ജംഗ്ഷണൽ കണ്ടക്ടൻസ് ബൈ ഡിക്രീസിങ് ഗ്യാപ്പ് ജംഗ്ഷൻ ചാനൽ ഓപ്പണിംഗ് ടൈം ആൻഡ് ഇൻക്രീസിങ് ഗ്യാപ്പ് ജംഗ്ഷൻ ചാനൽ ക്ലോസിംഗ് ടൈം. സോ ബേസിക്കലി മെത്തോക്സിഫ്ലൂറിൻ ആക്ട് ചെയ്യുന്നത് ഗ്യാപ്പ് ജംഗ്ഷനിലാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്യാപ്പ് ജംഗ്ഷൻ്റെ കണ്ടക്ടൻസ് കുറയ്ക്കുന്നു, അതുമാത്രമല്ല ഓപ്പണിംഗ് ടൈമും എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു എന്നുള്ളതാണ്. ഇൻക്രീസിങ് ഗ്യാപ്പ് ജംഗ്ഷൻ ചാനൽ ക്ലോസിംഗ് ടൈം, അത് ഈ ഗ്യാപ്പുകൾ തമ്മിൽ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ഈ ജംഗ്ഷണൽ കണ്ടക്ടൻസിൻ്റെ ഉണ്ടല്ലോ, അതായത് ഇത് ക്ലോസ് ചെയ്യുന്ന ടൈം എന്ത് ചെയ്യുന്നു, കൂട്ടുകയും പെട്ടെന്ന് കൂട്ടുകയും, എന്നാൽ ഓപ്പണിംഗ് ചെയ്യുന്ന സമയം എന്ത് ചെയ്യുന്നു, അവിടെ കുറയ്ക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യില്ല, ഓട്ടോമാറ്റിക്കലി നമുക്ക് പെയിന് പാസ് ചെയ്യില്ല എന്നുള്ളതാണ്. സോ ഇവർ ചെയ്യുന്നത് എന്താണ്, റെഡ്യൂസ് ചെയ്യുന്ന ജംഗ്ഷണൽ കണ്ടക്ടൻസ് ആണ് കേട്ടോ. ഇത്രയാണ് മനസ്സിലാക്കി വെക്കുക. ആൻഡ് മെത്തോക്സിഫ്ലൂറിൻ ഓൾസോ ആക്ടിവേറ്റ്സ് കാൽഷ്യം ഡിപ്പെൻഡൻറ്റ് ATPase ഇൻ ദ സാർക്കോപ്ലാസ്മിക് റെക്ടിക്കുലം ബൈ ഇൻക്രീസിങ് ദ ഫ്ലൂയിഡിറ്റി ഓഫ് ദ ലിപ്പിഡ് മെംബ്രെയിൻ. സോ മെത്തോക്സിഫ്ലൂറിൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ചെയ്യുക, ATPase കാൽഷ്യം ഡിപ്പെൻഡൻറ്റ് ATPase ഡയറക്റ്റ്ലി പറയുവാണെങ്കിൽ ATPase ആക്ടിവേറ്റ് ചെയ്യും. എവിടെയുള്ള സാർക്കോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ ബൈ ഇൻക്രീസിങ് ദ ഫ്ലൂയിഡിറ്റി ഓഫ് ലിപ്പിഡ് മെംബ്രെയിനിലെ ഫ്ലൂയിഡിറ്റി കൂട്ടിയിട്ട്. സോ ഇത്രയും ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല, മെക്കാനിസം ഓഫ് ആക്ഷൻ കഴിഞ്ഞു, അവിടെ അത് കഴിഞ്ഞ് വിടുക. സോ ഇറ്റ് ഓൾസോ അപ്പിയർ ടു ബൈൻഡ് ദ D സബ് യൂണിറ്റ് ഓഫ് ATP സിന്തറ്റേസ് ആൻഡ് NADH ഡീഹൈഡ്രോജനേസ്. എവിടെയൊക്കെ ആണ് D സബ് യൂണിറ്റുകളും NADH ഡീഹൈഡ്രോജനേസിനെ എന്ത് ചെയ്യാറുണ്ട്, ബൈൻഡ് ചെയ്യാറുണ്ട്. മെത്തോക്സിഫ്ലൂറിൻ ഓൾസോ ബൈൻഡ് ടു ദ ഗാബ റിസെപ്റ്റേഴ്സ്, ഗാബേനെ ബൈൻഡ് ചെയ്യാറുണ്ട്. ലാർജ് കണ്ടക്ടൻസ് കാൽഷ്യം 2+ ആക്ടിവേറ്റ് പൊട്ടാസ്യം ചാനൽ ആൻഡ് ഗ്ലൂട്ടാമേറ്റ് റിസെപ്റ്റേഴ്സ് ആൻഡ് ഗ്ലൈസിൻ റിസെപ്റ്റർ. ഓക്കെ, സോ ഇത്രയുമാണുള്ളത്. നമുക്ക് ഇതിനകത്ത് മെക്കാനിസം ഓഫ് ആക്ഷൻ മാത്രം നോക്കിയാൽ മതി, ഫർദർലി നോക്കണ്ട, നമുക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി കേട്ടോ. സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് എൻഫ്ലൂറിൻ ആണ്. സോ കെമിക്കൽ ഫോർമുല കാണാം, കെമിക്കൽ നെയിം കാണാം. പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ എൻഫ്ലൂറിൻ ഈസ് എ സ്ട്രക്ചറൽ ഐസോമർ ഓഫ് ഐസോഫ്ലൂറിൻ. സോ ഐസോഫ്ലൂറിൻ്റെ സ്ട്രക്ചറൽ ഐസോമർ ആണ് എൻഫ്ലൂറിൻ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് ആണ്. സോ ഇത് ക്ലിയർ ആണ്, കളർലെസ് ആണ്, വോളറ്റൈൽ ലിക്വിഡ് ആണ്, പ്ലസന്റ് ഹൈഡ്രോ കാർബൺ ആണ്, പിന്നെ സോൾബിൾ ഇൻ വാട്ടർ,
മിസബിൾ ഇൻ ഓർഗാനിക് സോൾവെൻറ്റ്, കെമിക്കലി സ്റ്റേബിൾ ആണ്. മാത്രമല്ല നമുക്ക് എൻഫ്ലൂറിൻ കൊണ്ട് നമുക്ക് അനസ്തേഷ്യ ഡെപ്ത് ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, നോൺ ഇൻഫ്ലമേറ്ററി ആണ്. ഇതൊക്കെയാണ് എൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് വരുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ഐസോഫ്ലൂറിൻ ആണ്. സോ കെമിക്കൽ ഫോർമുല ആൻഡ് കെമിക്കൽ നെയിം നോക്കുക. ആൻഡ് ഡെസ്ഫ്ലൂറിൻ കെമിക്കൽ നെയിം, കെമിക്കൽ ഫോർമുല നോക്കുക. ഹൈലി ഫ്ലൂറിനേഡ് മീഥൈൽ ഈഥൈൽ ഈഥർ യൂസ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ജനറൽ അനസ്തേഷ്യ. അതായത് നമ്മൾ ഒരു അനസ്തേഷ്യ കൊടുക്കുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് ഡോസായിട്ട് കൊടുക്കുന്ന ഒരു എക്സാമ്പിളാണ് ഡെസ്ഫ്ലൂറിൻ പറയുകയാണെങ്കിൽ. ഹാലോത്തിൻ, എൻഫ്ലൂറിൻ, ഐസോഫ്ലൂറിൻ ആണ്. അത് റെസമിക് മിക്സ്ചർ ഓഫ് RNS ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആണ്, അതായത് ഇനാൻഷോമർ ആണ്. വൺ ഈ സെവോഫ്ലൂറിൻ ആണ്. സോ നമ്മുടെ സ്ട്രക്ചറോടെ കാണാം. അത് മാത്രമല്ല കെമിക്കൽ നെയിം 1113333, ഹെക്സാഫ്ലൂറിൻ 2 ഫ്ലൂറോമിത്തോക്സി പ്രൊപ്പൈൻ ആണ്. സോ സ്ട്രക്ചർ നോക്കുക, സ്ട്രക്ചർ വരച്ച് പഠിക്കുക കേട്ടോ. സോ സെവോഫ്ലൂറിൻ ആണ്. സോ അതിൻ്റെ കെമിക്കൽ നെയിം 111333, ഹെക്സാഫ്ലൂറിൻ 2 ഫ്ലൂറോക്സി മിത്തോക്സി പ്രൊപ്പൈൻ. സോ മെഡിസിൻ യൂസ് പറയുവാണെങ്കിൽ നോൺ എക്സ്പ്ലോസീവ് ഇൻഹലേഷൻ അനസ്തേഷ്യ ആണ്. സോ ഇൻഡക്ഷനും മെയിൻ്റനൻസിനും വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. നോർമലി ജനറൽ അനസ്തേഷ്യ കൊടുത്ത് മെയിൻ്റനൻസിന് വേണ്ടിയാണ് നമ്മൾ കൂടുതലും സെവോഫ്ലൂറിൻ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. സോ ഇത്രയുമാണ് നമുക്ക് ഇൻഹലേഷൻ അനസ്തേഷ്യയിൽ പഠിക്കാനുള്ളത് കേട്ടോ. സോ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട സ്ട്രക്ചർ നോക്കുക, യൂസ് നോക്കുക, മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കുക, സിന്തസിസ് നോക്കുക. അതുകൊണ്ട് ബാക്കിയുള്ള ഒരു ടോപ്പിക്ക് നോക്കേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്ക് ബ്രീഫിംഗ് ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ട ഏതൊക്കെ പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് കട നോക്കാം കേട്ടോ. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.